ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്ന് തിരുമേനി വർമ്മ സാറിനൊന്ന് വിളിച്ചു പറയണം. ഈശ്വര, താൻ എന്താ രാജു ഈ പറയുന്നേ? നുണ പറയാനോ? അതും ഒരു ശുഭകാര്യം മുടക്കാൻ വർമ്മ സാറിനോട്. തിരുമേനി ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഇതൊരു അപേക്ഷയാണ്. ഈ ചടങ്ങ് നടക്കാൻ പാടില്ലാത്ത. ഞാനിങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ തിരുമേനിയെ നേരിട്ട് വന്നു കണ്ട് പറയാം. തിരുമേനി എന്നെ സഹായിക്കണം. തിരുമേനിക്ക് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റൂ. താൻ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയല്ലോ രാജു. എന്തോ കാരണമുണ്ടെന്ന് പറയുമ്പോ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നന്ദിയുണ്ട് തിരുമേനി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തിരുമേനി വന്ന് കാണാം. ശരി. രണ്ടാളുവേ ഇങ്ങോട്ട് വന്ന് നിന്നേ. പൂജയ്ക്കുള്ള സമയമായി. അല്ല, പൂജാരി എത്തില്ലേ ചേച്ചി? അദ്ദേഹം വരാന്ന് പറഞ്ഞ സമയമായി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. ദീപകേ, നീ ഒന്ന് പോയി നോക്കി. സമയം വൈകുന്നു. ഞാൻ പോയി നോക്കാം അംബിക മാഡം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. തിരുമേനി ഒന്നല്ലോ. തിരുമേനി, ഞാൻ രാജുവാ, വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന്. തിരുമേനി, ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് വരരുത്. ഇങ്ങനൊരു ചടങ്ങ് നടത്തരുതെന്ന് വർമ്മ സാറിനൊന്ന് വിളിച്ച് പറയണം. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വന്ന് തിരുമേനിയെ കാണാം. അത് പത്മാവതി മാഡത്തിന് ആക്സിഡന്റ് സംഭവിച്ചിടത്തു നിന്നും പത്മാവതി മാഡത്തെ ഒരു പെൺകുട്ടി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2 ആഴ്ചയോളം മാഡം ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോ എന്റെ മോളുടെ വിവാഹം എപ്പോഴും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഋതിക മോളെ കുറിച്ച് അന്വേഷിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അയ്യോ, മാഡം ഇങ്ങനെ വിഷമിക്കില്ലേ? അയ്യോ, മാഡത്തിന് ബോധം വന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഹലോ ഡോക്ടർ, ഞാൻ ഗീതയാ. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെ പിഴയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞത്? മാസ്റ്റർ പ്ലാനാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാജുവും ഋതികയും തമ്മില് വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാൻ നടത്തിയ പ്ലാൻ പൊളിഞ്ഞ് അമ്മാവന്റെയും ഈ വീട്ടിലെ എല്ലാരെയും മുന്നിൽ വെച്ച് അവൻ ഋതികയുടെ കഴുത്തിൽ താലിമാല ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടെന്താ? എല്ലാം കൈവിട്ടു പോയില്ലേ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ ബുദ്ധിയൊന്നും ഈ കാര്യത്തിൽ ഇനി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ, എനിക്കൊരു അവസരം താ. ബോംബെയില് എനിക്ക് എന്തിനും പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇരു ചെവി അറിയാതെ രാജുവിനെ അവര് തീർത്തോളാം. അമ്മയൊന്ന് സമ്മതം മൂളിയാ പിന്നെ ഋതികയെ സംരക്ഷിക്കാൻ അവനുണ്ടാവില്ല.
ചെറിയച്ച. ശേഖരൻ സാറേ, ഈ ഇലക്ഷന് വർമ്മ സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ എനിക്കാവില്ലെന്നറിയാം. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടായ ശേഖരൻ സാർ എന്നെ അറിയിക്കണം. തീർച്ചയായും ഞാൻ അറിയിക്കാം രാജു. എനിക്ക് നന്നായി അറിയാം. ഒരാവശ്യം വന്ന രാജുവിനെ ഞാൻ അറിയിച്ചിരിക്കും. ഇത്തവണയും ചേട്ടൻ ജയിക്കണം, മന്ത്രിസ്ഥാനം നിലനിർത്തണം. ശേഖരേട്ടാ, മതി. ഈ പ്രശ്നങ്ങളുടെയും തിരക്കുകളുടെ ഇടയില് രാജുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഇതുവരെ ഈ കുട്ടികള് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും നടത്തിയിട്ടില്ല. ഇലക്ഷനും തിരക്കിനും മുമ്പ് നമുക്കിവരെ ഒരു ഹണിമൂൺ ട്രിപ്പിന് അയക്കണ്ടേ? അത് ശരിയാണല്ലോ യാമിനി. എത്രയും വേഗം അതിനുവേണ്ട ഏർപ്പാടുകൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അയ്യോ ശേഖരൻ സാറേ, അതൊന്നും ഇപ്പൊ വേണ്ട. സാറിനറിയാലോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രാജു? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് നോക്കിയിരുന്ന പിന്നെ ഒരിക്കലും അതിന് സമയമുണ്ടാവില്ല. അതല്ല ശേഖരൻ സാറേ, ഞങ്ങളുടെ വിവാഹം കാരണം എന്റെ അനിയത്തി ശ്രീയുടെ വിവാഹം മുടങ്ങിയതാ. അങ്ങനെ ഒരു സാഹചര്യത്തില് രാജു പറഞ്ഞതിലും കാര്യമുണ്ട് ശേഖരേട്ടാ. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ യാമിനി മേഡം. ഋതുമോളെ, ഇനി എന്നാ മോളെ ചെറിയമ്മ കാണാ?